إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ഭൗതിക ജീവിതത്തിന് മുഴുവൻ സമയങ്ങളിലും കൃത്യമായ അറിവോടെ അള്ളാഹുവിനെ പരിപൂർണമായും കീഴ്പ്പെട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെ ജീവിക്കുന്ന കാലമത്രയും പടച്ചവന്റെ ഇഷ്ടദാസന്മാരെ ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാമിന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും അതിമനോഹരമായ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്ന വിജയം എന്താണെന്നും ആ വിജയത്തെ മാനദണ്ഡമാക്കുന്ന ഈമാൻ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടതെന്നും എൻ്റെ മുന്നിലുള്ള സ്വർഗം എന്ന് പറയുന്ന ലക്ഷ്യം അത് കരസ്ഥമാക്കാൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ അറിവിലും നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തിക്കപ്പെടേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഈമാനിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ സ്വർഗാവകാശി എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കപ്പെട്ടത് പലപ്പോഴും ബാഹ്യമായി നമ്മൾ കാണുന്ന നമ്മുടെ രൂപത്തിലും നമ്മുടെ വേഷവിധാനത്തിലും ബാഹ്യമായി നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഒരാളെ കുറിച്ചിട്ട് നമ്മൾ അഭിപ്രായം പറയാ ബാഹ്യമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിത പെരുമാറ്റത്തിലും ജീവിതത്തിൽ അദ്ദേഹം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങളിലും അദ്ദേഹത്തിന്റെ കുടുംബപരമായ മഹിമയിലും അദ്ദേഹം ബാഹ്യമായി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും രൂപത്തിലും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരാളെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നത്. ഇത് മനുഷ്യർ ഒരാളുടെ ഈമാനിനെ സാധാരണഗതിയിൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ്. എന്നാൽ പടച്ചവൻ അല്ലാഹു ഒരു മനുഷ്യനെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്കെയിൽ അതൊരിക്കലും അവന്റെ ബാഹ്യമായ കോലമോ രൂപമോ സ്വഭാവമോ അവന്റെ ബാഹ്യമായ ഇബാദത്തുകളോ അല്ല. അതേസമയം അവന്റെ ബാഹ്യമായ രൂപത്തിലും ഇബാദത്തുകളിലും അവൻ കാണിക്കുന്ന കണിശതയും സൂക്ഷ്മതയും പോലെ തന്നെ അവന്റെ ആന്തരികമായ അവന്റെ ഈമാൻ, അവന്റെ സ്വഭാവം,
അവന്റെ കാഴ്ചപ്പാടുകൾ, അവന്റെ മനസ്സിന്റെ ശുദ്ധി, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പടച്ചവൻ ഒരാൾ അളക്കുക. ഇമാം ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഉണ്ടായ ഒരു അനുഭവത്തെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ബാല്യകാലത്ത് എൻ്റെ ബാപ്പ എന്നെ എല്ലാ ദിവസവും ഖിയാമുൽ ലൈൽ ഉണർത്തുമായിരുന്നു. ഞാനും എൻ്റെ ബാപ്പയും ഒരുമിച്ച് പാതിരാ നേരത്ത് നിസ്കരിക്കുമായിരുന്നു. നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിന്റെ അയൽവാസികളായ എല്ലാ വീടുകളും ലൈറ്റ് വെളിച്ചം അണഞ്ഞതായിട്ട് ഞാൻ കാണുമായിരുന്നു. അങ്ങനെ വെളിച്ചം അണഞ്ഞിരിക്കുന്ന എല്ലാ വീടുകളെയും നോക്കിയിട്ട് ഞാൻ എൻ്റെ ബാപ്പാനോട് പറയും, ഇവരെന്തൊരു ആളുകളാണ്, ഇവർക്ക് എന്തുകൊണ്ട് രാത്രി എഴുന്നേറ്റിട്ട് നമ്മളൊക്കെ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചൂടാ എന്ന് ബാപ്പാന്റെ അടുത്ത് പറയുമ്പോൾ എന്നെ എൻ്റെ ബാപ്പ പഠിപ്പിച്ച ഒരു തർബിയത്തുണ്ട്. മോനെ, നീ പാതിരാ നേരത്ത് തണുപ്പ് സമയത്ത് ഈ പറയുന്ന തണുത്ത വെള്ളത്തിൽ വുളൂ ചെയ്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോൾ നിന്റെ മനസ്സിൽ മറ്റൊരാളെ കുറിച്ചിട്ട് നീ ചെറുതായി കാണുകയും നിന്റെ ഇബാദത്തിനെ വലുതാക്കി കാണുകയും ചെയ്താൽ ആ കടന്നുറങ്ങുന്നവരാണ് നിന്നേക്കാൾ മഹത്വമുള്ളവർ എന്ന് എൻ്റെ ബാപ്പ എന്നെ തിരുത്തിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ വിലയിരുത്താതിരിക്കുക എന്ന് പറയുന്നത് ഈമാനിന്റെ ഏറ്റവും ഉയർന്ന ദർജയാണ്. മറ്റൊരാളെ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഈമാനിന്റെ അതിസുന്ദരമായൊരു സ്വഭാവ ഗുണമാണ്. ഞാൻ എപ്പോഴും താഴ്ന്നവനാണെന്നും ഞാൻ എപ്പോഴും പടച്ചവനിൽ അർപ്പിതനാണെന്നും ഞാൻ എപ്പോഴും പടച്ചവനിൽ ആവശ്യക്കാരനാണെന്നും മനസ്സിലാക്കി എൻ്റെ കുറവുകളെ മാത്രം കണ്ട് എൻ്റെ പോരായ്മകളെ മാത്രം കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിയെ കുറിച്ചിട്ടാണ് ഖുർആനും ഹദീസും നിരന്തരം സംസാരിക്കുന്നത്. അതേസമയം മറ്റൊരാളെ വിലയിരുത്താനോ മറ്റൊരാളെ ജഡ്ജ് ചെയ്യാനോ ഒരാൾക്കും പടച്ചവൻ അധികാരം നൽകിയിട്ടില്ല എന്ന് ഇസ്ലാമിന്റെ എല്ലാ ചരിത്രവും വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ പറയുന്ന ഇമാം ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ കമന്റ് ചെയ്യുന്നുണ്ട്. എന്താ പറഞ്ഞാൽ, നിങ്ങളുടെ ഓരോ കർമ്മങ്ങളും ഒരു നന്മ ചെയ്തുകൊണ്ട് നിങ്ങൾ പടച്ചവനിൽ നിന്നും അകലുന്നതിനേക്കാൾ നല്ലത് ഒരു തിന്മ ചെയ്ത് പടച്ചവനിലേക്ക് അടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു തിന്മ കൊണ്ട് നിങ്ങൾക്ക് പടച്ചവനിലേക്ക് അടുക്കാൻ പറ്റുമെങ്കിൽ ഒരു നന്മ ചെയ്ത് പടച്ചവനിൽ നിന്നും അകലുന്നതിനേക്കാൾ ഒരു പക്ഷെ നന്നാവുക ആ തിന്മയാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാൻ പറ്റും, അറിവ്, ഇൽമ് എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. നോളേജ് എന്നുള്ളത് ഏതർത്ഥത്തിലും ഒരാൾ നിരന്തരമായിട്ട് വായിക്കുന്ന ഒരാളാണ്, ഒരാൾ നിരന്തരമായിട്ട് പഠിക്കുന്ന ഒരാളാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ പ്രകൃതത്തെ അള്ളാഹു പടച്ചത് അങ്ങനെ വായിക്കാനും പഠിക്കാനും പാകത്തിലാണ്. അങ്ങനെ എപ്പോഴാണ് നിരന്തരം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് മനുഷ്യൻ എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്താണ് എന്ന് പറഞ്ഞാൽ കേവലം ഏതെങ്കിലും കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനെ കുറിച്ചിട്ടല്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിദ്യാഭ്യാസത്തിന് ഡെഫിനിഷൻ കൊടുത്തത് അൽ ഇൻസാനുൻ കാമിൽ എന്നാണ്. പൂർണ്ണ മനുഷ്യൻ എപ്പോഴാകാന്ന് പറഞ്ഞാൽ അവന് നിരന്തരം വിദ്യാഭ്യാസം ഉണ്ടാകുന്ന സമയത്താണ്. ഇവിടെ ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു കാര്യം, ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ നരകാവകാശികളിൽ അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള അപകട പാതയിൽ ആദ്യം എത്തുന്ന മൂന്നിൽ ഒരാള് പണ്ഡിതനാണ് എന്നുള്ള ഹദീസ് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഒരു പണ്ഡിതൻ നരകാവകാശികളിൽ ആദ്യത്തെ മൂന്നിൽ ഒരാളായിട്ട് മാറുന്നത്? ആ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഇൽമ്, നോളേജ് ഉപയോഗിച്ചത് മൂന്ന് കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാകാം. ഒന്ന്, ഞാൻ വലിയ പണ്ഡിതനാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടി, റിയായിന് വേണ്ടിയിട്ട്. അതല്ല എങ്കിൽ തർക്കിക്കാൻ വേണ്ടി മാത്രം നോളേജ് സീക്ക് ചെയ്യുന്ന ആളുകൾ, തർക്കിക്കാൻ വേണ്ടി മാത്രം വായിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ആ തർക്കത്തിലൂടെ എനിക്ക് ആ അറിവുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇൽമുണ്ടാക്കുന്ന ആളുകൾ, രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ രീതി, ഇൽമില്ലാത്ത, അറിവില്ലാത്ത ആളുകളെയൊക്കെ ചെറുതാക്കി കാണാൻ അയാള് സന്നദ്ധത കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നരകാവകാശികളിൽ മൂന്നിൽ ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ ആളായിട്ട് മാറും എന്നുള്ള ഹദീസുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം. ഇങ്ങനെ അള്ളാന്റെ ഏത് അനുഗ്രഹം എടുത്താലും അത് ഞാൻ വലുതാണ് എന്നുള്ളത് മറ്റുള്ളവർ ചെറുതാണ് എന്നുള്ള ഒരു രൂപവും ഒരു മാനസികാവസ്ഥയും നമുക്ക് ഉണ്ടായാൽ പ്രിയപ്പെട്ടവരെ ഒരു നന്മ കൊണ്ട് നമ്മൾ പടച്ചവനിൽ നിന്നും അകലുകയാണ്. ഇങ്ങനെ ഓരോ നന്മകൾ കിട്ടുമ്പോഴും പടച്ചവനിൽ നിന്ന് അകന്നകന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കണം ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഒരാൾ ഒരു തിന്മ ചെയ്തു,
ആ തിന്മ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് കുറ്റബോധം ഉണ്ടായി. പടച്ചവനോടുള്ള ഇസ്തിഗ്ഫാർ അദ്ദേഹം വർദ്ധിപ്പിക്കാൻ തുടങ്ങി, തൗബ ചെയ്യാൻ തുടങ്ങി. ആ തിന്മ കാരണം അവൻ പടച്ചവനിലേക്ക് അടുക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ ആ തിന്മ ഒരു ഹൈറാണ്. മറുഭാഗത്ത് ഒരാൾ നന്മ ചെയ്തുകൊണ്ടേയിരിക്കാൻ, പക്ഷെ ആ നന്മ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത്, മറ്റുള്ളവരെ വിലയിരുത്തി, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്ത് അയാളെ നരകത്തിലാക്കി, അയാൾ ഞാൻ ചെയ്യാത്തൊരു സുന്നത്ത് മറ്റേയാളെ ചെയ്യാത്തതിന്റെ പേരിൽ എന്നേക്കാൾ ചെറിയ അവസ്ഥയിൽ അയാളെ മനസ്സിലാക്കി, ഇങ്ങനെ പോയാൽ നന്മ ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹുവിൽ നിന്നും അകലുകയാണ് എന്ന വലിയ പാഠം പഠിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് പടച്ചവനാണ്. അത് തീരുമാനിക്കാനും അത് അധികാരപ്പെടുത്താനും ലോകത്ത് മറ്റൊരാൾക്കും ഇല്ല. എന്നെ നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ ജീവിക്കുന്ന, എൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെയും ഒരർത്ഥത്തിലും വിലയിരുത്താതിരിക്കുക എന്നുള്ളത് ഞാനും നിങ്ങളും 5 വക്ത് നിസ്കരിച്ചിട്ടുണ്ടാക്കേണ്ട ഈമാനിന്റെ അതിമനോഹരമായ ഒരു ഗുണാണ്. ഞാൻ ചെയ്യുന്നൊരു സുന്നത്ത് അത് മറ്റൊരാൾ ചെയ്യുന്നില്ല. ആ സമയത്ത് എനിക്കുണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥ, സുന്നത്തുകൾ നിരവധിയുണ്ട്, ആയിരക്കണക്കിന് സുന്നത്തുകളുണ്ട്, അതിലൊന്നാണ് ഞാൻ ചെയ്യുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ എന്നേക്കാൾ ഒരുപാട് സുന്നത്തുകൾ അധികം ചെയ്യുന്ന ആളുകളായിരിക്കും മറ്റേയാൾ എന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടി പറയാൻ. ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഹിബ്ബുൻ നബി എന്നാണ് അദ്ദേഹത്തിന്റെ സിഫത്ത്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബി എന്ന വലിയ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു മഹാനാണ് ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധകളത്തിൽ ശത്രുവിനെ ഏറ്റുമുട്ടി അവസാനമായി ഒരു വെട്ടാൻ പോകുന്ന സമയത്താണ് ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തോട് ആ ശത്രു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാകും ആ വാളിന്റെ മൂർച്ച ഭയന്നിട്ടാണ്, അല്ലെങ്കിൽ ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഷഹാദത്ത് കലിമ ചൊല്ലിയത് എന്നാണ് സാധാരണഗതിയിൽ എല്ലാവരും മനസ്സിലാക്കുക. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ മനസ്സിലാക്കി അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഈ വാർത്ത റസൂലുള്ളാഹി അറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായിട്ട് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കോപിച്ചു. ആ കോപത്തിന്റെ ലെവല് കാരണം ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, ഞാൻ ജീവിച്ചില്ലായിരുന്നെങ്കിൽ, ജനിച്ചു പോയിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് വരെ എനിക്ക് തോന്നുമാറ് റസൂലുള്ളാഹി എന്നോട് കോപിച്ചു എന്നാണ്. എന്താ കോപിച്ചത്? ഉസാമ, ആ മനുഷ്യന്റെ ഹൃദയം നിനക്ക് തുറന്നു നോക്കാൻ പറ്റിയിട്ടുണ്ടോ? ആ മനുഷ്യൻ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഷഹാദത്ത് കലിമ ചൊല്ലിയത് എന്ന് നിന്നോടാരാ പറഞ്ഞത്? ഊഹിച്ചതല്ലേ, നീ മനസ്സിലാക്കിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ശകാരിക്കാൻ. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഫോക്കസ് ചെയ്ത ഒരു ഏരിയ ആണ് ഹൃദയവിശുദ്ധിയിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കുക. ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ എൻ്റെ സ്വർഗാവകാശത്തിന് വേണ്ടിയിട്ടാണ്, എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരാളുടെ ഇബാദത്തുകളെ അളന്നുകൊണ്ട് നിങ്ങൾ അയാളെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കാൻ. മദീനയിൽ ജീവിച്ച ഒരു മദ്യപാനിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അയാൾ നിരന്തരം മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അവസാനം കുറെ കാലത്തിന് ശേഷം, സഹാബാക്കളുടെ കാലത്തിന് ശേഷം ആ നാട്ടിലെ ഇമാമിനെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആളുകൾ വന്നിട്ട് മരണവാർത്ത അറിയിച്ചു. ഇമാമ് പറഞ്ഞു, ഞാന് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കില്ല, കാരണം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം മുതലേ ഇയാളെ മദ്യപാനിയായിട്ടാണ് കാണുന്നത്, ഇന്നവരെ പള്ളിയുടെ പരിസരത്തും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇയാൾക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കില്ല എന്ന് ഇമാമിന്റെ തീരുമാനം. അങ്ങനെ ആളുകളൊക്കെ കൂടിയിട്ട് ആരൊക്കെയോ മയ്യത്തൊക്കെ നിസ്കരിച്ചു മറമാടി. കുറച്ചു കാലത്തിന് ശേഷം ഈ ഇമാമ് കാണുന്ന ഒരു സ്വപ്നത്തെ കിതാബുകളിൽ കാണാൻ പറ്റും. ഇയാൾ സ്വപ്നം കാണാണ്, ഈ പറയുന്ന മദ്യപാനി സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഈ ഇമാമിനെ അഭിസംബോധന ചെയ്ത് പറയാണ്, എന്നെ സ്വർഗത്തിൽ കയറ്റാനുള്ള ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ല എന്ന രീതിയിൽ നല്ല സാഹിത്യത്തിൽ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ്. ഇത് ഈ പറയുന്ന ഇമാമിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയും ഈ പറയുന്ന മദ്യപാനിയുടെ കുടുംബത്തെ ഇയാൾ പോയിട്ട് സന്ദർശിച്ചിട്ട് ചോദിച്ചു, ഞാൻ അറിയാത്ത ഒരാളാണോ ഇയാൾ, രഹസ്യമായിട്ട് ഇബാദത്ത് ചെയ്യുന്ന ആളാണോ ഇയാള് എന്നറിയാൻ വേണ്ടി ഭാര്യയുടെ അടുക്കൽ പോയപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിയ പോലെ തന്നെയായിരുന്നു ഇയാൾ, മദ്യപാനിയായിരുന്നു. പക്ഷെ എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് പോകുന്ന ചെറിയ ചെറിയ കുട്ടികളെ, യതീമുകളെ, മിസ്കീന്മാര്, ഫുഖറാക്കൾ, ഈ പറയുന്ന കുട്ടികൾക്ക് ഇയാൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഈ കുട്ടികളോട് എനിക്ക് വേണ്ടി, മാമാക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയുമായിരുന്നു. ഒരു പക്ഷെ ആ കുട്ടികളുടെ ദുആ ആയിരിക്കണം ഇയാളെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് എന്ന് ആ സ്ത്രീ ഭാര്യ പറയാൻ. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന രീതിയിൽ
നമുക്ക് ഒരാളെയും എത്ര സിമ്പിൾ ആയിട്ടാണ് വലിയ വലിയ മസ്ജിദുൽ നബവിയിലടക്കം മസ്ജിദുൽ ഹറമിലടക്കം ആളുകൾ ഇസ്ലാമിനെ പഠിക്കുന്നു, കിതാബുകൾ പഠിക്കുന്നു, ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നു, ഒട്ടനവധി ഹദീസുകളെ കുറിച്ചിട്ടുള്ള നിരന്തരമായ പഠനങ്ങൾ നടത്തുന്നു. അങ്ങനെ ജീവിച്ച എത്ര എത്ര മഹാന്മാരെയാണ് ആളുകൾ തന്റെ സംഘടന ഇല്ലാത്തതിന്റെ പേരിൽ, തന്റെ ഗ്രൂപ്പ് അല്ലാത്തതിന്റെ പേരിൽ എത്ര പെട്ടെന്നാണ് നരകത്തിലേക്ക് ഇടുന്നത്, എത്ര പെട്ടെന്നാണ് ജഡ്ജ് ചെയ്യുന്നത്, എത്ര പെട്ടെന്നാണ് അയാൾ പിഴച്ചവരാണ് എന്ന് നമ്മൾ വിധികർത്താക്കളാക്കി മാറുന്നത്. എത്ര വലിയ അപകടമാണ്. അള്ളാഹുവിന്റെ അധികാരത്തെ എന്റെ മനസ്സിന്റെ ദുഷിപ്പ് കൊണ്ട് ഞാനിങ്ങനെ വിധികർത്താക്കളായിട്ടിരിക്കുകയാണ്. എന്റെ മനസ്സിന്റെ ദുഷിപ്പ് കൊണ്ട് ഞാനിങ്ങനെ ആളുകളെ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിഗൗരവമായിട്ട് കാണുന്ന, എന്ന് പറഞ്ഞാൽ സ്വന്തം വിശ്വാസം പോലും അല്ലാത്ത ഒരാളെ, അള്ളാന്റെ റസൂലിന് അറിയാം ഇദ്ദേഹം ബഹുദൈവ വിശ്വാസിയാണ്, ഇദ്ദേഹം ശിർക്ക് ചെയ്യുന്ന ആളാണ്, ഇദ്ദേഹം ബിംബങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് എന്ന് അറിഞ്ഞ ആളുകളോട് കൂടി റസൂലുള്ള പെരുമാറിയ സ്വഭാവ സംസ്കരണം ലോകത്തിന് എത്ര വലിയ മാതൃകയാണ്. അവർ ചേർത്ത് പിടിക്കേണ്ട ആവശ്യകതയെ എത്ര ഭംഗിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉവൈസ് ബിൻ ആമിർ അൽ ഖറനി എന്ന് പറയുന്ന യമനിലെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സഹാബാക്കളോട് പറയുന്നുണ്ട്, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടം വന്നാൽ എങ്ങാനും നിങ്ങൾ ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തോട് വസിയത്ത് പറയണം എന്ന് റസൂലുള്ള പറയുന്നത് അബൂബക്കർ സിദ്ദീഖും ഉമർ ബിൻ ഖത്താബും ഉസ്മാൻ ബിൻ അഫ്ഫാനും അലി ബിൻ അബി താലിബ് ഒക്കെ അടങ്ങുന്ന വലിയ വലിയ സഹാബാക്കളോടാണ് പറയുന്നത്, ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, യുവാവിനെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ അയാളോട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നിങ്ങൾ വസിയത്ത് ചെയ്യണം. സഹാബാക്കൾ അത്ഭുതപ്പെടാൻ. ഇന്നേ അവർ കേട്ടിട്ടില്ല, ഹറമിന്റെ പരിസരത്ത് ഉണ്ടായിട്ടില്ല, മദീനത്തെ റസൂലുള്ളാഹിന്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ഉണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ അതിമനോഹരമായി ഖുർആൻ ചെയ്യുന്ന ആളായിരുന്നില്ല, ഖുർആനിന്റെ തഫ്സീർ അറിയുന്ന ആളായിരുന്നില്ല. ഇവരെ പോലെയൊക്കെ റസൂലുള്ളാഹിന്റെ കൂടെ സഹവസിച്ച പേരിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരുപാട് നോളജ് കിട്ടിയ ആളായിരുന്നില്ല. ആരും അറിയാത്ത ഒരു മലഞ്ചെരുവിൽ താമസിക്കുന്ന ആരും അറിയാത്ത ഒരു ചെറുപ്പക്കാരൻ, അയാളെ കുറിച്ചിട്ടാണ് റസൂലുള്ളാഹി പറയുന്നത്. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഹജ്ജിന്റെ സമയത്ത് ഇങ്ങനെ നോക്കും, യമനിൽ നിന്ന് വന്ന കച്ചവട സംഘത്തിൽ ഇങ്ങനെ പരതും, ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടോ? അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് കണ്ടെത്തിയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ആ സമയത്ത് ആളുകൾ ഇങ്ങനെ അന്വേഷിച്ചു നടന്നു. മക്കയിൽ ഹജ്ജിന്റെ സമയത്ത് കച്ചവട സംഘത്തിൽ യമനിൽ നിന്ന് വന്ന ഉവൈസ് ബിൻ ആമിർ ഉണ്ടാകും. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ കണ്ടുപിടിച്ചു, ഉവൈസ് ബിൻ ആമിർ ഈ വർഷം ഹജ്ജിന് വന്നിട്ടുണ്ട്. ആളുകളൊക്കെ പൊതിയാണ്. എന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് ഉവൈസ് ബിൻ ആമിർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഓടി വന്നു. ഉവൈസ് ബിൻ ആമിറിനോട് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ അമീറുൽ മുഅ്മിനീനാണ്, ഉമർ ബിൻ ഖത്താബാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉവൈസ് ബിൻ ആമിർ ഉള്ളവന് പൊട്ടിക്കറിയാണ്. നിങ്ങളാണ് അമീറുൽ മുഅ്മിനീൻ, നിങ്ങളാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു കൊടുത്തു, അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ കണ്ടാൽ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടാൻ നമ്മളെ പഠിപ്പിച്ചിരുന്നു എന്ന് പറയാണ്. എന്താണ് അതിന്റെ കാരണം? മലഞ്ചെരുവിൽ വൃദ്ധയായ തന്റെ ഉമ്മാനെ പരിചരിച്ചതിന്റെ പേരിൽ, ആ മലഞ്ചെരുവിൽ നിന്നുകൊണ്ട് ഒറ്റക്ക് പടച്ചവന്റെ തന്റെ ഭാഷയിൽ, തന്റെ സങ്കടത്തിന്റെ ഭാഷയിൽ പടച്ചവനോട് നിരന്തരം സംസാരിച്ച് പടച്ചവനുമായി അത്രയും അടുത്ത് വലിയ ആളായിട്ട് മാറി എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവര്, അറിവിന്റെ അടിസ്ഥാനത്തിലോ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലോ കുടുംബ തറവാട് മഹിമയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഞാനും നിങ്ങളും എത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു തസ്തികയുടെ അടിസ്ഥാനത്തിലോ ഒരിക്കലും നമ്മളുടെ ഈമാനിനെയോ തഖ്വയെയോ ആ അർത്ഥത്തിൽ അളക്കാനുള്ള ഒരു സ്കെയിലും നമ്മളുടെ ആരുടെയും കയ്യിലില്ല. ആ അർത്ഥത്തിൽ നമ്മൾ ഒരാളെയും കാണാൻ പാടില്ല. എപ്പോഴും ആളുകൾ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക, എന്റെ കുറവുകളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക, അതിനെ തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. മറ്റൊരാളെ നരകത്തിലിടാനോ സ്വയം സ്വർഗത്തിൽ പോകുന്ന ആളായിട്ട് ചമഞ്ഞു നടക്കാനോ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും സാധിക്കരുത്. അത് പാടില്ലാത്തതാണ്. അത് എൻ്റെ സ്വർഗത്തിലേക്കുള്ള എൻ്റെ നടത്തത്തെ തടയുകയും ഞാൻ നരകത്തിലേക്ക് പോകാനുള്ള കാരണമായിട്ട് അത് മാറുകയും ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖുർആൻ സംസാരിക്കുന്നത് പോലെ വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം നിങ്ങൾ മിണ്ടാൻ പാടില്ല. ഒരാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് പടച്ചവൻ തീരുമാനിക്കും. ഒരു ഇബാദത്ത് പോലും ചെയ്യാതെ സ്വർഗത്തിൽ പോയ ആളുകളെ കുറിച്ചിട്ട് ചരിത്രം പറയുന്നില്ലേ? ഒട്ടനവധി ഇബാദത്തുകൾ ചെയ്തിട്ട് നരകത്തിൽ പോയ ആളുകളെ കുറിച്ചിട്ട് ചരിത്രം പറയുന്നില്ലേ? അത് പറയുന്നത് അതിന്റെ അധികാരം അള്ളാഹുലേക്കാൾ നിങ്ങൾ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, മറ്റൊരാളെ വിലയിരുത്താതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ പണി.
കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ നാവ്, നിങ്ങളുടെ കാത്, നിങ്ങളുടെ ഹൃദയം, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ നൽകേണ്ടി വരും എന്ന് അള്ളാഹു താക്കീത് നൽകിയത് ഈ പറയുന്ന അതിമനോഹരമായ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകാനാണ്. ഈ പറയുന്ന ഏറ്റവും നല്ല മാനസിക ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യാന്. നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അതാണ്. എത്രയോ കാലത്തെ നിസ്കാരത്തിനേക്കാൾ ഒരു പക്ഷേ ശക്തി ഉണ്ടാകുക ഞാനും നിങ്ങളൊക്കെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന അതിമനോഹരമായ സ്വഭാവ ഗുണങ്ങൾക്കാണ്. നമ്മുടെ മുഖത്ത് കാണുന്ന അതിപ്രസന്നമായ പുഞ്ചിരികൾക്കാൾ മറ്റൊരാളെ, എൻ്റെ സംഘടനയില്ലാത്ത, എൻ്റെ ആശയങ്ങളല്ലാത്ത, എൻ്റെ ഗ്രൂപ്പല്ലാത്ത, എൻ്റെ സർക്കിളിലല്ലാത്ത, എൻ്റെ വിശ്വാസം സ്വീകരിക്കാത്ത ആളെ പോലും മനുഷ്യനായി കണ്ട് ചേർത്ത് പിടിച്ച് അയാളെ മനസ്സിലാക്കി, അയാളെ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ കേട്ടു, അയാളോട് പറയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു. ഇങ്ങനെ അതിസുന്ദരമായ ഒരു ജീവിതത്തെ വിശ്വാസിയുടെ ജീവിതമായിട്ട് ചരിത്രവും ഖുർആനും ഹദീസൊക്കെ നിരന്തരം വിശദീകരിക്കുമ്പോൾ ഞാനും നിങ്ങളും അതിൽ നിന്ന് മാറി നടക്കാൻ പാടില്ല. ആ അർത്ഥത്തിലുള്ള ഗുണങ്ങൾ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ്. അതിന്റെ മധുരം നമ്മൾ അനുഭവിക്കണം. നമ്മൾ അനുഭവിക്കുന്നതോടുകൂടി തന്നെ ആ മധുരം മറ്റൊരിലേക്കും റിഫ്ലക്ട് ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന പോരായ്മകളെ പൂർണ്ണമായും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ഈ പറയുന്ന അതിസുന്ദരമായ സ്വഭാവ ഗുണങ്ങൾ കൃത്യമായ രീതിയിൽ സൂക്ഷിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദിൽ സ്വമദ് الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പന നിയമങ്ങളും നിയമവ്യവസ്ഥകളും ജീവിതാവസാനം വരെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന എല്ലാ കുറ്റവും കുറവും അല്ലാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാനും അതേ ഈമാനിൽ അല്ലാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാർ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അറിവിലുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരം അപകട രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അല്ലാഹു ഇസ്സത്തും അഭിമാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, മിസൈലുകൾക്കും വെടിയുണ്ടകൾക്കും സാക്ഷികളായി കൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു ഈമാനും സബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ സഹായം എത്രയും പെട്ടെന്ന് അവരെ തേടിയെത്തുമാറാവട്ടെ. അങ്ങനെയുള്ളൊരു നല്ല രാവും പകലും കാണാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.